വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. ഇന്നൊരു അടിപൊളി വെറൈറ്റി ഡിഷാണ്. അപ്പം തന്തൂരി ചിക്കനാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ് തന്തൂരി ചിക്കൻ. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്തൂരി ചിക്കൻ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ഞാനൊരു 10 പീസോളം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് ഫ്രഷ് യോഗട്ട് ഒരു 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂണ്, പെപ്പർ പൗഡർ 1 ടീസ്പൂണ്, ടെർമറിക് പൗഡർ 1/4 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ നമ്മൾ കട്ട് ചെയ്ത ഓരോ പോർഷനിലും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് വേണം ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി. അപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഈ ബൗളിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ ചിക്കൻ പീസും എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പം നമുക്ക് ഇത് എടുക്കാനായിട്ട് ഒരു വലിയൊരു ബൗൾ വേണം നമ്മൾ എടുക്കാൻ. കാരണം നമുക്കിതിനകത്ത് ചെറിയൊരു പണിയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വലിയ ബൗൾ എടുക്കണമെന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ചാർക്കോള് കത്തിച്ച് ചെറിയൊരു സ്റ്റീൽ ബൗളിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. ബൗളോ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലും മതി. അതങ്ങോട്ട് വെച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോള് ഈ പാത്രത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് ഞാൻ അടയ്ക്കാഞ്ഞത്. ഇതിപ്പോൾ അകത്താണെങ്കിൽ അത് അടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഹോളൊന്നും ഇല്ലാത്ത ഒരു ലിഡ് വെച്ച് വേണം നമ്മൾ അടയ്ക്കാൻ. ഇപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്തൂരിയുടെ കറക്റ്റ് സ്മെല്ലും ടേസ്റ്റിനും ഒക്കെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ്. നമുക്കിതങ്ങോട്ടെടുത്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ തന്തൂരി ചിക്കൻ നല്ലതായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ആ നല്ലൊരു മണമൊക്കെ ഉണ്ട്. നമ്മളെ ചാർക്കോളൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും. ചപ്പാത്തി, പൂരി, അപ്പം എന്നിവയോടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ തോന്നും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.